ആരോഗ്യപ്രേമികളായ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന മഞ്ഞളിനെ കുറിച്ച് നമുക്കിന്ന് വിശദമായി ചർച്ച ചെയ്യാം. ഇഞ്ചിയുടെ കുടുംബത്തിൽപ്പെട്ട ഒന്നാണ് മഞ്ഞൾ. മഞ്ഞളിന്റെ ശാസ്ത്രീയ നാമം കുർക്കുമ ലൗംഗ എന്നാണ്. അതുമാത്രമല്ല, പരമ്പരാഗത ഇന്ത്യൻ വൈദ്യശാസ്ത്രമായ ആയുർവേദത്തിൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള മരുന്നായി കൂടി മഞ്ഞൾ ഉപയോഗിക്കുന്നു. മുഖചർമ്മം മെച്ചപ്പെടുത്തുവാൻ പ്രത്യേകിച്ച് ഉപയോഗിക്കുന്ന ഏറ്റവും മികച്ച ആയുർവേദ ഔഷധങ്ങളിൽ ഒന്നാണ് മഞ്ഞൾ. മഞ്ഞളിന് വിരുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങളുമുണ്ട്. സന്ധിവാതം ബാധിച്ചവരിൽ സന്ധിവേദനയുടെ തീവ്രത കുറയ്ക്കുവാൻ ഈ ആന്റി ഇൻഫ്ലമേറ്ററി പ്രഭാവം സഹായിക്കുന്നു. ഇതുമൂലം മുട്ടുവേദനയ്ക്ക് നല്ല ആശ്വാസം ലഭിക്കുന്നു. മഞ്ഞളിലെ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ വളരെ ഫലപ്രദമാണ്. ഇവ കൂടാതെ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പുകൾ മൂലമുണ്ടാകുന്ന കരളിന്റെ തകരാറിനെ തടയുകയും കരളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കരൾ തകരാറിലാകുവാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ്. മഞ്ഞളിന്റെ സാന്നിധ്യം ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും കരളിന്റെ സമ്മർദ്ദവും കുറയ്ക്കുന്നു. മാത്രമല്ല, കരൾ പ്രശ്നങ്ങൾ പൂർണ്ണമായും തടയുവാൻ സാധിക്കുന്നു. ഇതിലെ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ സന്തുലിതമാക്കുവാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഒരു വൈറസ് അണുബാധയുണ്ടാകുമ്പോൾ നമ്മുടെ നാഡീവ്യൂഹം ഇതിനെ ചെറുക്കുന്നതിന് ഇൻഫ്ലമേറ്ററി കോശങ്ങളും സൈറ്റോകൈനുകളും പോലെയുള്ള രാസവസ്തുക്കൾ പുറപ്പെടുവിക്കുന്നു. ഇവ അമിതമായി പ്രവർത്തിക്കുമ്പോൾ വിട്ടുമാറാത്ത വേദന, ക്ഷീണം, വിഷാദം, ശരീരഭാരം, അണുബാധ, അസിഡിറ്റി പ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നു. മഞ്ഞളിലുള്ള വിരുദ്ധ ബാഹ്യാവിഷ്കാര ക്രോമോസോമുകൾ വീക്കം തടയുവാൻ സഹായിക്കുന്നു. ഈ വീക്കം ഇല്ലാതെയാക്കുവാൻ മഞ്ഞൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് വിശദമായി നോക്കാം. ഒരു ഗ്ലാസ് തിളപ്പിച്ച പാലിൽ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് കുടിച്ചാൽ ശരീരത്തിലുണ്ടാകുന്ന വീക്കം കുറയ്ക്കുവാൻ സാധിക്കും. മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ വിഷാദം കുറയ്ക്കുവാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഇത് നല്ലൊരു ആന്റി ഡിപ്രഷൻ ഏജന്റ് കൂടിയാണ്. ഇതിൽ ടെർമറോൺ എന്ന പദാർത്ഥം അടങ്ങിയിരിക്കുന്നു. ഇതുമൂലം സ്ട്രോക്ക്, അൽഷിമേഴ്സ് തുടങ്ങിയ രോഗങ്ങൾ തടയുവാൻ സഹായിക്കുമെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതുകൂടാതെ ഒട്ടനവധി ഗുണങ്ങളും മഞ്ഞളിലുണ്ട്. കോശങ്ങളുടെ അറ്റകുറ്റപ്പണികൾ ഉത്തേജിപ്പിക്കുകയും പേശികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുവാനും ഇത് ഗുണം ചെയ്യുന്നുണ്ട്. മറുവശത്ത് ഇത് മൃഗങ്ങളിലും ഉപകരിക്കപ്പെടുന്നുണ്ട്. അതുകൂടാതെ മനുഷ്യരിലും മൃഗങ്ങളിലും മഞ്ഞൾ മൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. കൂടുതൽ സപ്ലിമെന്റുകളുടെ ആവശ്യകത പഠനങ്ങൾ കാണിക്കുന്നു. കുർക്കുമിനിൽ ആന്റി ഓക്സിഡന്റും ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും കൊളസ്ട്രോളിന്റെ അളവും രക്തസമ്മർദ്ദവും നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നു. ഇത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുവാൻ സഹായിക്കുമെന്ന് ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ചില കോശങ്ങളെ ചുരുക്കി ക്യൂറിയം വളർച്ചാ പ്രക്രിയയെ മന്ദഗതിയിലാക്കുകയും കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഹൃദ്രോഗം കുറയ്ക്കുവാൻ സഹായിക്കുന്നു. മഞ്ഞൾ നല്ലൊരു ആന്റി ഏജന്റ് കൂടിയാണ്. നമ്മൾ സ്ഥിരമായി മഞ്ഞൾ കഴിക്കുന്നത് ശീലമാക്കിയാൽ ഒട്ടനവധി ഗുണങ്ങൾ നമുക്ക് ലഭിക്കും. മഞ്ഞൾ സ്ഥിരമായി കഴിക്കുന്നത് മൂലം സന്ധിവേദന കുറയ്ക്കുവാൻ സഹായിക്കുമെന്ന് ഗവേഷണങ്ങൾ കാണിക്കുന്നു. 2 കപ്പ് വെള്ളം തിളപ്പിച്ച് അതിൽ അര ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് 5 മിനിറ്റ് തിളപ്പിക്കണം. ഈ വെള്ളം തണുത്തു കഴിയുമ്പോൾ അരിച്ചെടുത്ത് 1-2 സ്പൂൺ തേൻ ചേർത്ത് കുടിക്കണം. ഇതിലൂടെ നമുക്ക് പ്രതിരോധ ശേഷിയും ആരോഗ്യവും വീണ്ടെടുക്കുവാൻ സാധിക്കും. പക്ഷേ ഇത് കഴിക്കുന്ന രീതി അമിതമായി പോയാൽ അലർജി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായേക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മഞ്ഞൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഈ വീഡിയോയിൽ അടങ്ങിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഒരു വൈദ്യ ചികിത്സയ്ക്കും എതിരല്ല. നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഒരു ഡോക്ടറെ കണ്ടതിനു ശേഷം നിർദ്ദേശങ്ങൾ പാലിക്കാമെന്നുള്ള കാര്യം ആരും മറക്കരുത്. നന്ദി.